യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക നീക്കങ്ങൾ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷ്യം കാണുമെന്നും അമേരിക്ക. ചെങ്കടൽ വഴി ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതി സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നയതന്ത്ര പരിഹാരം കാണാനുള്ള സാധ്യതകൾ റഷ്യ തേടിയിട്ടുണ്ട്. റിയാദിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണ ശ്രമം പ്രതിരോധിച്ച് സൗദി അറേബ്യ. UAE-യിലും ബഹ്റൈനിലും പുലർച്ചെ 2 തവണ ആക്രമണം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്, ജലീൽ കണ്ണമംഗലം സൗദിയിലെ ജിദ്ദയിൽ നിന്ന്, മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന്. ആദ്യം നമ്മൾ പോകുന്നത് മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ സംഘർഷം ആരംഭിച്ചതിന്റെ 1 മാസം തികയുകയാണ്. പക്ഷേ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. 850-ലേറെ മിസൈലുകൾ ഉപയോഗിച്ചു എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇറാന്റെ 120ഓളം മ്യൂസിയങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ തകർക്കുന്നു. ലോകമാകെ പ്രതിസന്ധിയാണ്. എന്നിട്ടും യുദ്ധം തുടരാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണോ ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ്? മോർണിംഗ് ഗോകുൽ കൃഷ്ണ. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ഈ ഇറാനെതിരെയുള്ള സൈനിക നീക്കം 1 മാസം പിന്നിടുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് വലിയ തോതിൽ ഒരു സൈനിക വിന്യാസം നടത്തുന്ന വാർത്തകളുമാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വരുന്നത്. ഇന്നിപ്പോൾ മയാമിയിലാണ് അദ്ദേഹം. അവിടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റിൽ സംസാരിക്കുമ്പോൾ ഏതാണ്ട് 3500-ലധികം ലക്ഷ്യങ്ങൾ കൂടി തകർക്കുവാനുണ്ട് എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, പക്ഷേ യുദ്ധം തുടരുമെന്നുള്ള സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മറ്റൊരു വിമാനവാഹിനി കപ്പൽ ജോർജ് W. ബുഷ് ജൂനിയർ ആ കപ്പലും കൂടെ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നെന്നുള്ള ഇതും വരുമ്പോൾ ഒരു വലിയ തോതിൽ ഒരു സൈനിക വിന്യാസം അമേരിക്ക എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തവുമാകുന്നില്ല. അതേസമയം ഈ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള നിർണായകമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ CIA ഇന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൈമാറിയതായിട്ട് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3 തകർക്കുവാൻ സാധിച്ചതായിട്ടാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട്. മറ്റൊരു 1/3 മിസൈലുകൾ ബോംബാക്രമണത്തിൽ തകരുകയോ അല്ലെങ്കിൽ ഭൂഗർഭ ടണലുകൾ അല്ലെങ്കിൽ ബങ്കറുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം എന്നാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. എന്നാൽ ഇവയുടെ ഒന്നും കൃത്യമായ അവസ്ഥ വ്യക്തമല്ലെന്നും പറയുന്നു. ഡ്രോൺ ശേഷിയുടെ 1/3 കൃത്യമായിട്ട് നശിപ്പിച്ചതായിട്ട് US ഇന്റലിജൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോയിട്ടേഴ്സ് ആണ് ഈ ഇന്റലിജൻസ് കൃത്യമായ സോഴ്സുകൾ ഉപയോഗിച്ച് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പക്കൽ ഇപ്പോഴും വലിയ തോതിൽ ആയുധ ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ സംഭവിച്ച മിസൈലുകൾ അവർ ഒരുപക്ഷെ പിന്നീട് അത് വീണ്ടെടുത്തേക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അതേസമയം G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുകയാണ്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കവേ ഈ US ലക്ഷ്യങ്ങൾ അതിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നേറുകയാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കില്ല, ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ, അതായത് 2 മുതൽ 4 ആഴ്ചക്കുള്ളിൽ അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. അത് മാത്രമല്ല ഈ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ US അവരുടെ ഗ്രൗണ്ട് ട്രൂപ്സിനെ, അതായത് കരസേനയെ രംഗത്തിറക്കേണ്ടി വരില്ല എന്നാണ് റൂബിയോ പറയുന്നത്. ഇത് കൂടാതെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണശാലകൾ, നാവികസേന, അതുപോലെ വ്യോമസേന ഇവയൊക്കെ തകർക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നും പറയുന്നു. ഇത് കൂടാതെ ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഇപ്പോൾ ഒരു കപ്പൽ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണെന്നും ലോകരാജ്യങ്ങൾ ഇതിനെതിരെയൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായിട്ട് ഹൂതികൾ വന്നിരിക്കുകയാണ്. ഇതുവരെയും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. ഇറാനെതിരെ ഏതെങ്കിലും രീതിയിൽ US ഇസ്രായേൽ സൈനിക നീക്കങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ പങ്കുചേർന്നാൽ അവർ നേരിട്ട് സൈനികമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് യമനിലെ ഹൂതികൾ പറയുന്നത്. ചെങ്കടൽ വഴിയുള്ള ഇറാനെതിരെയുള്ള ആക്രമണം നടത്തിയാലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതി സൈനിക വക്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ വലിയ തോതിൽ ഇതൊരു പക്ഷേ ബാധിച്ചേക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. ഗോകുൽ കൃഷ്ണ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 10-15 ദിവസം ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനൊരു ഇടവേളയൊക്കെ കൊടുത്തപ്പോഴും അവിടെ ഒരു വശത്ത് യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. കരയുദ്ധമാണോ ഇനി വരാൻ പോകുന്നതെന്ന ആശങ്ക വലിയ തോതിൽ നിൽക്കുന്നു. ഇറാന്റെ പ്രോക്സികളാണെങ്കിൽ തന്നെയും ഹൂതികളൊക്കെ തിരിച്ചടിക്കും, അതിന് തയ്യാറായി നിൽക്കുകയാണെന്ന് അവരും പറയുന്നു. വീണ്ടും രൂക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് പോയാൽ അത് കൂടുതൽ വഷളാവും സ്ഥിതി. ഇപ്പം തന്നെ നമ്മൾ അതിന്റെ ഏറ്റവും മോശമായ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അടക്കം. കുറച്ചു സമയം മുമ്പാണ് മയാമിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിനെ ആ ഉച്ചകോടിയെ ട്രംപ് അഭിസംബോധന ചെയ്തത്. അവിടെയും പറയുന്നത് ഇറാൻ ഒരു ഡീലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അമേരിക്ക അതിന് തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്.
ലോകത്തെവിടെയായാലും